1917 റഷ്യയിൽ ബോൾഷെവിക് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. സാർ ചക്രവർത്തിമാരുടെ ഭരണം അതോടെ തീർന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിലായി. അതിനു മുൻപ് റഷ്യയിൽ ഉണ്ടായിരുന്ന പള്ളികളിൽ മനോഹരമായ ആരാധനകൾ നടന്നിരുന്നു. നല്ല പകിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച പുരോഹിതന്മാരുണ്ടായിരുന്നു. നല്ല പ്രൗഢിയോടെ ജീവിക്കുന്ന ജീവിത സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അനേകം ചടങ്ങുകളും ആചാരങ്ങളും ധാരാളമായിട്ടുണ്ടായിരുന്നു. പക്ഷേ റഷ്യയിലെ ക്രൈസ്തവ സഭ യേശുവിനെ ഓർത്തില്ല. സുവിശേഷം പ്രചരിപ്പിക്കുക എന്നായിരുന്നല്ലോ സഭയുടെ ഉദ്ദേശം. സഭയുടെ ലക്ഷ്യം അതാണ്. നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ദൗ ഷാൽട്ട് ബി മൈ വിറ്റ്നസസ്. പക്ഷേ കർത്താവിൻ്റെ ആ കൽപ്പന റഷ്യൻ ക്രൈസ്തവ സഭ ചിന്തിച്ചതേയില്ല. ലോകത്തിൻ്റെ മാന്യത നേടിയും ലോകത്തിൻ്റെ മഹത്വം നേടിയും ലോകത്തിൻ്റെ പ്രതാപം നേടിയും അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചിലായിരുന്നു സഭയ്ക്ക്. ഉത്തുംഗ സൗധങ്ങൾ പോലെയുള്ളതായ പള്ളിമേടകൾ പണിതുണ്ടാക്കി വളരെ മനോഹരമായ പൂങ്കാവനങ്ങൾ നിർമ്മിച്ചു. എല്ലാം സഭ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യത്തിൽ നിന്ന് സഭ മാറിപ്പോയി. ഓർത്തതേയില്ല. അങ്ങനെ ഒരു ദൗത്യം ഉണ്ടെന്ന് പോലും ഓർത്തില്ല. ഫലമോ ഭയങ്കരമായ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. പള്ളികൾ ചില നാടകശാലകളായി, ചിലത് സിനിമാശാലകളായി, ചിലത് ബാർ ഹോട്ടലുകളായി, ചിലത് ഷോപ്പിംഗ് കോംപ്ലക്സുകളായി. ഇന്നത്തെ ക്രൈസ്തവ സഭ, കേരളത്തിലെ ക്രൈസ്തവ സഭ ഇന്നത്തെ പോക്കിൽ പോയാൽ എന്തായിരിക്കും സ്ഥിതി? സുവിശേഷത്തിൻ്റെ ജീവനുള്ള ഒരു സഭയെന്ന് പറയാൻ പറ്റുമോ? പള്ളി പെരുന്നാളുകളുണ്ട്, ആർഭാടമുള്ള പള്ളി പെരുന്നാളുകളുണ്ട്. ഒന്നല്ല രണ്ടല്ല മൂന്നോ അതിലധികമോ പോത്തുകളെ വെട്ടിയുള്ളതായ പെരുന്നാൾ സദ്യകളുണ്ട് ഉണ്ടല്ലോ. അതിനെല്ലാം എല്ലാവരും പിരിവ് കൊടുക്കുകയും ചെയ്യും, സംഭാവന കൊടുക്കും.